ജില്ലയിലെ റെൻഡറിംഗ് പ്ലാന്റ് ഉടമകളുടെ ചൂഷണം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് റീറ്റെയിൽ ചിക്കൻ മർച്ചന്റ് കേരള ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റെൻഡറിംഗ് പ്ലാന്റ് ഉടമകൾ മാഫിയകളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അംഗങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി. കോഴി മാലിന്യത്തിന് കൃത്രിമ ക്ഷാമമുണ്ടാക്കിയും പ്ലാന്റുകൾ ഏകപക്ഷീയമായി അടച്ചിട്ടും ചിക്കൻ വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കി മാലിന്യ ശേഖരണത്തിന് തോന്നിയ പോലെ ചാർജ് ഈടാക്കുകയാണ്. 1 കിലോ കോഴി മാലിന്യത്തിന് 5 രൂപയെന്ന സർക്കാർ നിശ്ചയിച്ച നിരക്ക് നിലനിൽക്കെ യാതൊരു മാനദണ്ഡവുമില്ലാതെ അത് 7-10 രൂപയാക്കി ഈടാക്കുകയാണ്. കോഴിക്കടകൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ റെൻഡറിംഗ് പ്ലാന്റുകളുടെ കരാർ പത്രം വേണമെന്ന് പറഞ്ഞ് ചിക്കൻ വ്യാപാരികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹൈക്കോടതി വിധി അനുവദിക്കുന്ന ആനുകൂല്യം ഉപയോഗിച്ച് വ്യാപാരികളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ മാലിന്യം ശേഖരിക്കുന്ന പാലക്കാട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ പ്ലാന്റുകളുമായി സഹകരിക്കാൻ സംഘടന തീരുമാനിച്ചതായും അംഗങ്ങൾ വിശദീകരിച്ചു. 3 രൂപ ഉള്ളത് അന്നത്തെ DLFMCന്റെ മീറ്റിംഗിൽ കച്ചവടക്കാരും കൂടി ഇരുന്ന് തീരുമാനമെടുത്തതാണ് അന്ന് 5 നിലവിൽ വന്നത്. അന്ന് 10ഓളം ഉപാധികൾ വെച്ചിട്ടാണ് അന്ന് തീരുമാനിച്ച് പിരിഞ്ഞത്. ഒരു തീരുമാനം പ്ലാന്റുകാർ സ്വീകരിച്ചിട്ടില്ല. ഈ 2025 8-ാം മാസം ഒരു വർഷമായപ്പോത്തിന് മുമ്പത്തെ പൗഡറിന്റെ റേറ്റ് 15 രൂപനെ മറികടന്ന് ഇപ്പൊ 30 രൂപ പൗഡറിന് റേറ്റ് വന്നപ്പോ ഒരു ഈ നമ്മളെ കോഴി വേസ്റ്റിന് 5 ഉള്ളത് 7 ആക്കാനുള്ള ശ്രമം നടത്തുകയാണ്. 2025 8-ാം മാസം റോക്ക് എന്ന് പറഞ്ഞ ഒരു സർക്കുലർ ഇറക്കുകയും റെൻഡറിംഗ് ഓണേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് 10 രൂപന്റെ ഒരു 30/1/2025 10 രൂപക്കാണ് വേസ്റ്റ് കളക്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ഇത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കോഴി എന്ന് പറഞ്ഞാല് ഈ ഹോട്ടല് വലിയൊരു വിഭവം തന്നെയാണ്. അതുകൊണ്ട് പൊതുജനങ്ങളടക്കം ഇതിന് ഈ വ്യാപാരികളെ ഈ റേറ്റ് കൂട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ വരിക. നിരന്തരം 6 മാസം കഴിയുമ്പോൾ ഈ റേറ്റ് റെൻഡറിംഗ് പ്ലാന്റുകാർ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഇവിടുന്ന് ഫ്രീ ആയിട്ടും അന്യ സംസ്ഥാനത്തേക്കും അന്യ ജില്ലകൾക്കും പാലക്കാട്, എറണാകുളം ഒക്കെ വെറുതെ ഫ്രീ ആയിട്ട് ഇവിടുന്ന് വേസ്റ്റ് കയറ്റി പോയൊരു സാധനം ഇവിടുന്ന് 5 ഉള്ളത് 7 ആയിട്ടും 7 ഉള്ളത് 10 ആയിട്ടും ഇവിടുന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പ്ലാന്റുകാരെ പേപ്പർ വെച്ച് ലൈസൻസ് എടുക്കാൻ സമ്മതിക്കൂടാണ്. അത് വെച്ചുകാണ്ട് പഞ്ചായത്തിനെ നിരന്തരം സമീപിച്ച് കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കണം. ജില്ലാ ഭാരവാഹികളായ നൂറുദ്ദീൻ ഹാജി കാരത്തൂർ, ബദറുദ്ദീൻ പകര, മഹറൂഫ് തിരൂർ, മുജീബുർ റഹ്മാൻ ഒതുക്കുങ്ങൽ, റസാഖ് തിരൂർ, EV സിദ്ദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി.